Hello, good morning. Today we are going to discuss another topic, journal entries in the books of transferee company. Journal entries in the books of transferee company. Transferee companyയിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജേണൽ എൻട്രീസ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മെയിൻലി ദർ ആർ ടു മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫറീ കമ്പനി. ട്രാൻസ്ഫറീ കമ്പനിയിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ജേണൽ എൻട്രീസ് രേഖപ്പെടുത്തുന്നതിന് രണ്ട് മെത്തേഡ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ പർച്ചേസ് മെത്തേഡ്. ഓക്കെ, പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡ് എന്താണെന്നും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജേണൽ എൻട്രീസ് ഏതൊക്കെയാണെന്നും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ് പർച്ചേസ് മെത്തേഡ്. നോക്കാം പർച്ചേസ് മെത്തേഡ് പ്രകാരമുള്ള ജേണൽ എൻട്രീസ്. അത് നമുക്ക് എന്താണ് പർച്ചേസ് മെത്തേഡ് എന്ന് നോക്കാം. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. അമാൽഗമേഷൻ രണ്ട് രീതിയിലുണ്ട്. സോ മെയിൻലി ദർ ആർ ടു ടൈപ്സ് ഓഫ് അമാൽഗമേഷൻ. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആൻഡ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. ഇതിനകത്ത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന മെത്തേഡ് പ്രകാരം വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണെന്ത് പർച്ചേസ് മെത്തേഡ് എന്ന് പറയുന്നത്. അമാൽഗമേഷൻ്റെ സെക്കൻഡ് ടൈപ്പ് ആയിട്ടുള്ള അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന രീതി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് പർച്ചേസ് മെത്തേഡ്. ഇൻ ഇന്ത്യ മോസ്റ്റ് ഓഫ് ദ അമാൽഗമേഷൻസ് ആർ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. ഇന്ത്യയിൽ മിക്കവാറും അമാൽഗമേഷനൊക്കെ ഏത് ടൈപ്പാണ്? അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് പറയുന്ന ഈ ഒരു രീതിയിലാണ് അമാൽഗമേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്താണ്, അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിനകത്ത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആകുമ്പം മെയിനായിട്ട് 5 കണ്ടീഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ 5 കണ്ടീഷൻ ഫോളോ ചെയ്യാതെ 5 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാത്ത അമാൽഗമേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് പറയും. ഓക്കെ, ഈ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് പറയുന്ന സെക്കൻഡ് ടൈപ്പ് പ്രകാരമുള്ള മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? പർച്ചേസ് മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി ഈ പർച്ചേസ് മെത്തേഡ് ജസ്റ്റ് ഒന്ന് പറയാൻ നോക്കിക്കേ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. ഒന്നാമത്തെ കണ്ടീഷൻ ഇവിടെ പറയുന്നത് ഈ ഒരു മെത്തേഡ് പർച്ചേസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന കേസിലാണ്. ഓക്കെ, അമാൽഗമേഷൻ രണ്ട് രീതിയിലുണ്ട്. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആൻഡ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആണെങ്കിൽ നമ്മൾ പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആണെങ്കിൽ സെക്കൻഡ് മെത്തേഡായിട്ടുള്ള പർച്ചേസ് മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിക്കുകയും അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആർ ട്രാൻസ്ഫേർഡ് അറ്റ് ദെയർ ഫെയർ വാല്യൂ. അസറ്റ്സും ലാബിലിറ്റിയും ട്രാൻസ്ഫറർ കമ്പനിയുടേത് ട്രാൻസ്ഫറീ കമ്പനി ഏറ്റെടുക്കുന്ന സമയത്ത് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഫെയർ വാല്യൂവിൻ്റെ ബേസിലാണ്, അതല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിലാണ്, അതല്ലാതെ ബുക്ക് വാല്യൂവിൻ്റെ ബേസിലല്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡ് ആയിരുന്ന സമയത്ത് ബുക്ക് വാല്യൂവിൻ്റെ ബേസിലായിരുന്നു ട്രാൻസ്ഫറീ കമ്പനിയുടെ അസറ്റ്സും ലാബിലിറ്റിയും ട്രാൻസ്ഫറീ കമ്പനി ഏറ്റെടുക്കുന്നത്. ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റ്സും ലാബിലിറ്റിയും ട്രാൻസ്ഫറീ കമ്പനി ഏറ്റെടുക്കുന്നത് ബുക്ക് വാല്യൂവിൻ്റെ ബേസിലായിരുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്, അതല്ലെങ്കിൽ പർച്ചേസ് മെത്തേഡ് പ്രകാരം അസറ്റ്സും ലാബിലിറ്റിയും ട്രാൻസ്ഫറർ കമ്പനിയുടേത് ട്രാൻസ്ഫറീ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ നമ്മൾ കൺസിഡർ ചെയ്യുക? ഫെയർ വാല്യൂ ആണ്, അതല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ തേർഡ്, പർച്ചേസ് കൺസിഡറേഷൻ മേ ബി പെയ്ഡ് ഇൻ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓർ ക്യാഷ് ഓർ ഇൻ എ കോമ്പിനേഷൻ ദെയർ ഓഫ്. ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് ക്യാഷ് ആയിട്ട് കൊടുക്കാം, ഷെയർ ആയിട്ട് കൊടുക്കാം, ഡിബഞ്ചറായിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കോമ്പിനേഷനായിട്ടും കൊടുക്കാം. ഏത് രീതിയിലും പർച്ചേസ് കൺസിഡറേഷൻ ട്രാൻസ്ഫറീ കമ്പനിക്ക് ട്രാൻസ്ഫറർ കമ്പനിക്ക് നൽകാം. അപ്പോൾ ഇങ്ങനെ ഒരു 3 കണ്ടീഷൻസ് ഇതിനകത്ത് പറയുന്നുണ്ട് പർച്ചേസ് മെത്തേഡിനകത്ത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഞാൻ പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡ് പറഞ്ഞപ്പോഴും അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജിങ് ആയിരിക്കുമ്പോഴാണ് പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക. ഇവിടെ പർച്ചേസ് മെത്തേഡ് ആണെങ്കിൽ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്നുള്ള മെത്തേഡ് പ്രകാരമാണ് യൂസ് ചെയ്യുന്നത്. അസറ്റ്സ് ലാബിലിറ്റീസ് ആർ ട്രാൻസ്ഫേർഡ് അറ്റ് ദെയർ ഫെയർ വാല്യൂ. പർച്ചേസ് മെത്തേഡിൽ ഫെയർ വാല്യൂവിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിലാണ് അസറ്റ്സും ലാബിലിറ്റിയും ട്രാൻസ്ഫർ ചെയ്യുക. പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡ് ആകുമ്പോൾ എങ്ങനെയായിരുന്നു? ബുക്ക് വാല്യൂവിൻ്റെ ബേസിലാണ് അസറ്റ്സും ലാബിലിറ്റിയും ട്രാൻസ്ഫർ കമ്പനിയുടേത് ട്രാൻസ്ഫറീ കമ്പനിയിലേക്ക് മാറ്റുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക. ഓക്കെ,
അപ്പം നമ്മൾ രണ്ട് മെത്തേഡ്സ് ആണ് അമാൽഗമേഷൻ്റെ കേസിലുള്ളതെന്ന് പറഞ്ഞു. ഒന്ന് പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡ്, മറ്റൊന്ന് പർച്ചേസ് മെത്തേഡ്. പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യുന്നത് മെർജിങ്ങിൻ്റെ സമയത്താണ്. പർച്ചേസ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിൻ്റെ കണ്ടീഷനിലാണ്. ഇനി നമ്മൾ ജേണൽ എൻട്രീസിലേക്ക് പോവുകയാണ്. ജേണൽ എൻട്രീസ്. ഫസ്റ്റ് ജേണൽ എൻട്രി നോക്കുക. ഫോർ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ. പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന ജേണൽ എൻട്രിയാണ് ഫസ്റ്റ് ആയിട്ട് വരിക. ജേണൽ എൻട്രി നോക്കുക. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. ഇത് നമ്മൾ പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡ് പഠിച്ചപ്പോൾ അതേ ജേണൽ എൻട്രി തന്നെയാണ്. ഫോർ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന സമയത്ത് ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. ദെൻ സെക്കൻഡ്, ഫോർ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ടേക്കൺ ഓവർ. അമാൽഗമേഷൻ നടക്കുന്ന സമയത്ത് ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റ്സും ലാബിലിറ്റിയും ട്രാൻസ്ഫർ കമ്പനി ഏറ്റെടുക്കുന്നതിനുള്ള ജേണൽ എൻട്രിയാണ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ. ദെൻ ആ ഗുഡ് വിൽ എന്നുള്ള ഡെബിറ്റ് അവിടെ നിങ്ങളവിടെ മാറ്റി വെക്കുക. അത് ബാലൻസ് ഫിഗറാണ്. അപ്പോൾ അസറ്റ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലാബിലിറ്റീസ് അക്കൗണ്ട് ടു ബിസിനസ് പർച്ചേസ് അക്കൗണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ, അസറ്റ്സ് എല്ലാം ടേക്കൺ ഓവർ ചെയ്തു. അസറ്റ്സും ലാബിലിറ്റിയും ടേക്കൺ ഓവർ ചെയ്യുന്ന ജേണൽ എൻട്രി അല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പോൾ അസറ്റ് എല്ലാം ടേക്കൺ ഓവർ ചെയ്തു. അപ്പോൾ എല്ലാ അസറ്റിനെയും ഡെബിറ്റ് ചെയ്യുക. ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി ഇങ്ങനെയുള്ള അസറ്റുകളൊക്കെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ആ അസറ്റുകളെല്ലാം ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഇത്തരത്തിലുള്ള അസറ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്തു. ദെൻ എല്ലാ ലാബിലിറ്റിയും ക്രെഡിറ്റ് ചെയ്യുക. ലാബിലിറ്റീസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ദെൻ നമ്മൾ കൊടുക്കുന്ന പർച്ചേസ് കൺസിഡറേഷൻ ആണ് ബിസിനസ് പർച്ചേസ് അക്കൗണ്ട്. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട്. ഇത് മൂന്ന് കാര്യം എഴുതിയതിന് ശേഷം ഡെബിറ്റിലാണ് എമൗണ്ട് കുറവ് എങ്കിൽ ഡെബിറ്റിൽ ബാലൻസ് ഫിഗർ വരും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഗുഡ് വിൽ അക്കൗണ്ടിലേക്കാണ് മാറ്റുക. ബ്രാക്കറ്റിൽ കൊടുത്തത് നോക്കിയേ, ബാലൻസ് ഫിഗർ. അപ്പോൾ ഇവിടെ അസറ്റ് എഴുതി 1,80,000 ഉള്ളത്. ലാബിലിറ്റി സൈഡിൽ എഴുതി. ലാബിലിറ്റി സൈഡിൽ ഒരു ലാബിലിറ്റി അക്കൗണ്ടിൽ 1,50,000 ഉണ്ട്. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഒരു 50,000 ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എത്രയായി? ക്രെഡിറ്റ് സൈഡിൽ ലാബിലിറ്റി 1,50,000, ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് 50,000, 2 ലക്ഷം രൂപയായി. അസറ്റ് സൈഡിൽ എത്രയേ ഉള്ളൂ? 1,80,000 ഉള്ളൂ. അപ്പോൾ അസറ്റ് സൈഡിൽ കുറവാണ്. അപ്പോൾ അസറ്റ് സൈഡ് ലാബിലിറ്റി സൈഡും ഈക്വൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ആ 20,000 രൂപ ഗുഡ് വിൽ അക്കൗണ്ടിൽ എഴുതി ചേർക്കും. അപ്പോൾ എന്താവും? അസറ്റ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 1,80,000, ഗുഡ് വിൽ അക്കൗണ്ട് 20,000. ഇപ്പോൾ അവിടെ 2 lakh ഓക്കെ. ലാബിലിറ്റി സൈഡ് ലാബിലിറ്റി അക്കൗണ്ട് 1,50,000, ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് 50,000, 2 lakh രണ്ട് സൈഡും ഈക്വൽ ആവും. ഓക്കെ. അങ്ങനെ ഏത് സൈഡിലാണോ കുറവ് ആ സൈഡിനെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെബിറ്റ് സൈഡിലാണ് കുറവെങ്കിൽ അവിടെ നമ്മൾ ഗുഡ് വിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് കൊടുക്കും. ബാലൻസ് ഫിഗർ അവിടെ എഴുതും. അതല്ല ക്രെഡിറ്റ് സൈഡിലാണ് കുറവെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എന്ന് എഴുതും. അവിടെ ബാലൻസ് ഫിഗർ എഴുതി ചേർക്കും. അങ്ങനെ ഏത് സൈഡാണോ ഈ 3 ഐറ്റം എഴുതിയതിന് ശേഷം ഏത് സൈഡാണോ കുറവെന്ന് നോക്കും. അവിടെ നമ്മൾ അതാത് ഐറ്റം എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഗുഡ് വില്ലാണ് ഡെബിറ്റ് സൈഡ് വരിക. ക്രെഡിറ്റ് സൈഡിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ബാലൻസ് ഫിഗർ ആയിട്ട് എഴുതും. ഇതാണ് സെക്കൻഡ് ജേണൽ എൻട്രി. ഓക്കെ. ദെൻ തേർഡ്, ഫോർ പേയ്മെൻറ്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. പർച്ചേസ് കൺസിഡറേഷൻ പേയ്മെൻറ്റ് നടത്തുവാണ്. പർച്ചേസ് കൺസിഡറേഷൻ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് എഴുതുന്ന ജേണൽ എൻട്രിയാണ് ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ, ദെൻ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ. ഇതാണ് ഫോർ പേയ്മെൻറ്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതായിരുന്നു, ക്യാഷായിട്ട് കൊടുക്കാം, ഷെയർ ആയിട്ട് കൊടുക്കാം, ഡിബഞ്ചറായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷനായിട്ടും കൊടുക്കാം. അപ്പോൾ ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ പേയ്മെൻറ്റ് നടത്തുന്നത് ഇക്വിറ്റി ഷെയർ ആയിട്ടാണെങ്കിൽ ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതും. പ്രിഫറൻസ് ഷെയറും കൂടെ ഉണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയറിനെ ക്രെഡിറ്റ് ചെയ്യും. ദെൻ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഉണ്ടാവും. ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് ഉണ്ടാവും. ഓക്കെ. ദെൻ ക്യാഷ് ഓർ ബാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് ആയിട്ടും പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത്? അത്
നമ്മുടെ തരുന്ന പ്രോബ്ലത്തിനകത്തുണ്ടാവും. അത് നോക്കിയിട്ട് വേണം ഇവിടെ ഏത് രീതിയിലാണോ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതുക. ഓക്കെ. ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ. ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഷെയർ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിലാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ. ദെൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഇതാണ് തേർഡ് ജേണൽ എൻട്രി. ഇനി ഫോർത്ത്, ടു റെക്കോർഡ് ദ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി. ട്രാൻസ്ഫറർ കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റെക്കോർഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലീഗൽ കംപ്ലയിൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലീഗൽ റിക്വയർമെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത്, ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവുകൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് അക്കൗണ്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ. സ്റ്റാറ്റ്യൂട്ടറി റിസർവുകൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതിനാണ് അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഈ അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി റിസർവുകളും നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇങ്ങനെയാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവുകളെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത്, സോ ദിസ് റിസർവ് ഈസ് മെയിൻറ്റെയിൻ ഫോർ റെക്കോർഡിംഗ് അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് ലീഗൽ കംപ്ലൈൻസസ്. ഓക്കെ. ലീഗൽ കംപ്ലൈൻസുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന റിസർവുകളാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളൊക്കെ നമുക്കറിയാമല്ലോ. എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ്, ഫോറിൻ പ്രോജക്ട്സ് റിസർവ്, എക്സ്പോർട്ട് പ്രോഫിറ്റ് റിസർവ്, ഡെവലപ്മെൻറ്റ് അലവൻസ് റിസർവ്, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്, ഇങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് എന്തിൽ വരുന്നത്? ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സിനകത്ത് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള റിസർവുകൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ നോക്കണം, സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് വരുവാണെങ്കിൽ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ്. അതൊക്കെ ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണോ എന്ന്. ഓക്കെ. ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ്, ഫോറിൻ പ്രോജക്റ്റ് റിസർവ്, എക്സ്പോർട്ട് പ്രോഫിറ്റ് റിസർവ്, ഡെവലപ്മെൻറ്റ് അലവൻസ് റിസർവ്, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്, ഇതെല്ലാം എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി റിസർവുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് എങ്കിൽ അതിനെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതിനെയാണ് അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രിയാണ് നമ്മൾ ഈ ഫോർത്ത് പറഞ്ഞിട്ടുള്ളത്. ഫോർ റെക്കോർഡിംഗ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി. അപ്പോൾ അതെല്ലാം ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സും നമ്മൾ എങ്ങോട്ടാണ് മാറ്റേണ്ടത്? നമ്മൾ മാറ്റേണ്ടത് അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ഇതെല്ലാം ഡെബിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ജേണൽ എൻട്രിയാണ് ഫോർത്ത് എഴുതുക. അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അക്കൗണ്ട്. അപ്പോൾ അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് എഴുതിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് കുറേ തന്നിട്ടുണ്ടെന്ന് ഇരിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ് തന്നിട്ടുണ്ട്, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് തന്നിട്ടുണ്ട്, ഡെവലപ്മെൻറ്റ് അലവൻസ് റിസർവ് തന്നിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഓക്കെ. അതിനുള്ള ജേണൽ എൻട്രിയാണ്. അപ്പം ഈ അമാൽഗമേഷൻ്റെ പർച്ചേസ് മെത്തേഡ് പ്രകാരം ജേണൽ എൻട്രീസ് എഴുതുമ്പോൾ സെപ്പറേറ്റ് വരുന്ന ഒരു ജേണൽ എൻട്രിയാണ് എന്തെന്ന് ഓർക്കണം, ഈ അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ജേണൽ എൻട്രി. ഓക്കെ. അത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതും നമുക്ക് അറിവുണ്ടായിരിക്കണം. ഓക്കെ. ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവിനെ തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനോടൊപ്പം തന്നെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് അല്ലാത്ത ക്യാപിറ്റൽ റിസർവുകളായിട്ടുള്ള കുറേ ഐറ്റവും നമുക്ക് തരും. അതായത് ഈ ക്യാപിറ്റൽ ഐറ്റംസ് ഉണ്ടല്ലോ, എന്താണ് ഇപ്പം പറയുക, ഈ ക്യാപിറ്റൽ റിസർവ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, പിന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽസ് ഓഫ് ഫിക്സഡ് അസറ്റ്, പ്രോഫിറ്റ് ഓൺ റേഷ്യോ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ്, ഇങ്ങനെ പറയുന്ന കുറേ ഐറ്റവും ഇതിനകത്ത് നമുക്ക് തന്നേക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയണം അത് സ്റ്റാറ്റ്യൂട്ടറി റിസർവുകളല്ല എന്നുള്ളത്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചേഴ്സിൻ്റെ റിഡംഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ.
അതുപോലെ തന്നെ CRR അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഉണ്ട് അല്ലേ. അത് ഷെയറിൻ്റെയും മറ്റുമൊക്കെ റിഡംഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽസ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഇങ്ങനെ വരുന്ന ഐറ്റം ഒക്കെ തരുവാണെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അല്ല എന്നുള്ളൊരു പൊതുബോധവും നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു ധാരണയും നമുക്കുണ്ടായിരിക്കണം. അപ്പം ജസ്റ്റ് നിങ്ങൾ ആ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റംസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ്, ഫോറിൻ പ്രോജക്റ്റ് റിസർവ്, എക്സ്പോർട്ട് പ്രോഫിറ്റ് റിസർവ്, ഡെവലപ്മെൻറ്റ് അലവൻസ് റിസർവ്, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്, ഇങ്ങനെ പറയുന്നതൊക്കെയാണ് നോർമലായിട്ട് ചോദിക്കുന്നത്. ഇനി അതിന് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ആയിട്ട് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് ആയിട്ട് വരുവാണെങ്കിൽ അവിടെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ ജേണൽ എൻട്രി നോക്കുക. ഫോർ അക്കോർഡിംഗ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഫോർ ദ ട്രാൻസ്ഫറർ കമ്പനി. ജേണൽ എൻട്രി എഴുതേണ്ടത് അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് ജേണൽ എൻട്രി ഫോർ പേയ്മെൻറ്റ് ഓഫ് ലിക്വിഡേഷൻ എക്സ്പെൻസസ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. ട്രാൻസ്ഫറർ കമ്പനിയുടെ ലിക്വിഡേഷൻ എക്സ്പെൻസസ് പെയ്ഡ് ബൈ ദ ട്രാൻസ്ഫറിംഗ് കമ്പനി. ട്രാൻസ്ഫറിംഗ് കമ്പനിയാണ് അത് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ. ഓക്കെ, ട്രാൻസ്ഫറർ കമ്പനിയുടെ ലിക്വിഡേഷൻ മീൻസ് എന്താണ്? അതിൻ്റെ ലീഗലായിട്ട് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് കമ്പനി പിരിച്ചുവിടുന്നതിനെയാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ലിക്വിഡേറ്ററെ നിയമിക്കുന്നു. ലിക്വിഡേറ്ററെ നിയമിക്കുമ്പോൾ അയാൾക്ക് സാലറി കൊടുക്കണം, മറ്റു കാര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിനുള്ള എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യുന്നത് പെയ്ഡ് ബൈ ദ ട്രാൻസ്ഫറിംഗ് കമ്പനി ആണെങ്കിൽ, ട്രാൻസ്ഫറിംഗ് കമ്പനിയാണ് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ബ്രാക്കറ്റിൽ അവിടെ എഴുതിയിട്ടുണ്ട് പെയ്ഡ് ബൈ ദ ട്രാൻസ്ഫറിംഗ് കമ്പനി. ട്രാൻസ്ഫറിംഗ് കമ്പനിയുടെ ജേണൽ എൻട്രീസ് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പം അവിടെ എന്താണ് ജേണൽ എൻട്രി വരിക? ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ജേണൽ എൻട്രി വരേണ്ടത് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഇതാണ് പേയ്മെൻറ്റ് ഓഫ് ലിക്വിഡേഷൻ എക്സ്പെൻസസ്. നെക്സ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ഫോർമേഷൻ എക്സ്പെൻസസ്. ഫോർമേഷൻ എക്സ്പെൻസസ് ഒക്കെ പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡ് പറഞ്ഞപ്പോഴും നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. സെയിം ജേണൽ എൻട്രി തന്നെയാണ്. ഫോർ പേയ്മെൻറ്റ് ഓഫ് ഫോർമേഷൻ എക്സ്പെൻസസ് എന്താ ജേണൽ എൻട്രി? പ്രിലിമിനറി എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. പ്രിലിമിനറി എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ലാസ്റ്റ് 2 ജേണൽ എൻട്രീസും കൂടെ ഉണ്ട്. ഫോർ റെക്കോർഡിംഗ് ദ സെറ്റ് ഓഫ് ഗുഡ് വിൽ അഗെയിൻസ്റ്റ് എ cash reserve to ascertain the net cash reserve or net goodwill. For recording the set of goodwill against a capital reserve to ascertain the net capital reserves or net goodwill. ഇവിടെ നമ്മൾ സെക്കൻഡ് ജേണൽ എൻട്രി എഴുതിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ടേക്കൺ ഓവർ. അവിടെ അസറ്റും ലാബിലിറ്റീസും ടേക്കൺ ഓവർ ചെയ്യുന്ന സമയത്ത് അസറ്റ് സൈഡാണ് കുറവ് വരുന്നതെങ്കിൽ അവിടെ ഗുഡ് വിൽ അക്കൗണ്ടിലേക്ക് ബാലൻസ് ഫിഗറിനെ മാറ്റുന്നു. ദെൻ ലാബിലിറ്റി സൈഡാണ് കുറവ് വരുന്നതെങ്കിൽ അവിടെ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞിരുന്നു. അതായത് ആ സെക്കൻഡ് ജേണൽ എൻട്രിയിൽ ഗുഡ് വിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്? ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഡെബിറ്റ് ചെയ്യുകയും ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഗുഡ് വിൽ അക്കൗണ്ടിനെയും ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിനെയും സെറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പരസ്പരം എന്ത് ചെയ്തു? അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ഗുഡ് വിൽ അക്കൗണ്ടിലെ എമൗണ്ടും ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലെ എമൗണ്ടും തമ്മിൽ സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം അവിടെ നെറ്റ് ക്യാപിറ്റൽ റിസർവോ നെറ്റ് ഗുഡ് വില്ലോ ആണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ജേണൽ എൻട്രിയാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. അതായത് സെക്കൻഡ് ജേണൽ എൻട്രിക്കകത്ത് അസറ്റ്സ് ലാബിലിറ്റീസും ടേക്കൺ ഓവർ ചെയ്യുന്നു. അവിടെ അസറ്റ് സൈഡാണ് കുറവ് എങ്കിൽ അവിടെ നമ്മൾ ഗുഡ് വിൽ അക്കൗണ്ടിലേക്കാണ് ബാലൻസ് ഫിഗറിനെ മാറ്റിയിരുന്നത്. ദെൻ ലാബിലിറ്റി സൈഡാണ് കുറവ് എങ്കിൽ അവിടെ നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കാണ് ബാലൻസ് ഫിഗർ മാറ്റിയിരുന്നത്. ഈ എമൗണ്ടുകളെ ഗുഡ് വില്ലിനെയും ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിനെയും സെറ്റ് ഓഫ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ് വിൽ അക്കൗണ്ട്. ഓക്കെ, അവിടെ കൂടുതൽ വരുന്ന ഗുഡ് വിൽ അക്കൗണ്ടിനെയും ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിനെയും സെറ്റ് ഓഫ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ് വിൽ അക്കൗണ്ട്. ഇത് 7ാമത്തെ. ദെൻ 8ാമത്തെ എന്തായിരുന്നു? ഇഫ് എനി ലാബിലിറ്റി ഇൻക്ലൂഡിംഗ് ഡിബഞ്ചേഴ്സ് ഈസ് ഡിസ്ചാർജ്ഡ് ബൈ ദ ട്രാൻസ്ഫറിംഗ് കമ്പനി. ഇഫ് എനി ലാബിലിറ്റി ഇൻക്ലൂഡിംഗ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ദ ക്രെഡിറ്റേഴ്സ് ആണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ക്രെഡിറ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർ എന്താണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ലാബിലിറ്റി തന്നെയാണ്. അപ്പോൾ ഡിബഞ്ചേഴ്സിനെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈസ് ഡിസ്ചാർജ്ഡ് ബൈ ദ ട്രാൻസ്ഫറിംഗ് കമ്പനി. ഇതെല്ലാം ട്രാൻസ്ഫറിംഗ് കമ്പനിയാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ ലാബിലിറ്റീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു ഡിബഞ്ചേഴ്സ് ടു
ബാങ്ക് അക്കൗണ്ട്. അത് ക്യാഷ് ആയിട്ടാണോ ഡിബഞ്ചർ ആയിട്ടാണോ ഷെയർ ആയിട്ടോ ഒക്കെ ആ ലാബിലിറ്റി മീറ്റ് ചെയ്യാം. അപ്പോൾ അതിനെല്ലാം ഏത് രീതിയിലാണോ ലാബിലിറ്റി മീറ്റ് ചെയ്യുന്നത്, ഷെയർ ആയിട്ടാണെങ്കിൽ ലാബിലിറ്റി അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് വരും. ഡിബഞ്ചർ ആയിട്ടാണെങ്കിൽ ലാബിലിറ്റി അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ ആയിട്ട് വരും. ലാബിലിറ്റി അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് ആയിട്ടാണെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അതും വരും. ഈ രീതിയിലാണ് 8 ജേണൽ എൻട്രീസ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 8 ജേണൽ എൻട്രീസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡ് പ്രകാരം ഏകദേശം 5 ജേണൽ എൻട്രീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ജേണൽ എൻട്രീസ് എല്ലാം തീരും കേട്ടോ. ഇനി നമ്മൾ ജേണൽ എൻട്രീസ് എല്ലാം പഠിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പം ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി പറഞ്ഞു. ട്രാൻസ്ഫറർ കമ്പനിയുടെ ജേണൽ എൻട്രീസ് ഏകദേശം എത്ര ജേണൽ എൻട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഏകദേശം ഒരു 13ഓളം ജേണൽ എൻട്രി എവിടെയുണ്ട്? ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്കിൽ നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ, 13 ജേണൽ എൻട്രീസ് ഉണ്ട് ട്രാൻസ്ഫറർ കമ്പനിയുടെ കേസിൽ. പിന്നീട് നമ്മൾ പോയത് ട്രാൻസ്ഫറി കമ്പനിയുടെ ജേണൽ എൻട്രീസിലേക്കാണ്. ട്രാൻസ്ഫറി കമ്പനിയുടെ ജേണൽ എൻട്രീസിനകത്ത് 2 മെത്തേഡ് പ്രകാരം നമുക്ക് ജേണൽ എൻട്രീസ് എഴുതണമെന്ന് പറഞ്ഞു. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആണെങ്കിൽ ഒരു ജേണൽ എൻട്രി ആണ്. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആണെങ്കിൽ മറ്റൊരു ജേണൽ എൻട്രി ആണ്. എന്നാൽ ട്രാൻസ്ഫറർ കമ്പനിയുടെ കേസിൽ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആണെങ്കിലും പർച്ചേസ് ആണെങ്കിലും സെയിം ജേണൽ എൻട്രി തന്നെയാണ്. ആ 13 ജേണൽ എൻട്രിയാണ് വരിക. ഓക്കെ, ട്രാൻസ്ഫറി കമ്പനിയുടെ കേസിൽ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആണെങ്കിൽ പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡ് പ്രകാരമുള്ള 5 ജേണൽ എൻട്രിയാണ് വരിക. എന്നാൽ പർച്ചേസ് മെത്തേഡ് പ്രകാരമാണെങ്കിൽ പർച്ചേസ് മെത്തേഡ് പ്രകാരമുള്ള 8 ജേണൽ എൻട്രിയാണ് ട്രാൻസ്ഫറി കമ്പനിയുടെ കേസിൽ വരിക. അപ്പോൾ നമ്മൾ അത്രയും ജേണൽ എൻട്രീസ് ആണ് പഠിച്ചിട്ടുള്ളത്. ട്രാൻസ്ഫറർ കമ്പനിയുടേത് 13 ജേണൽ എൻട്രി, ട്രാൻസ്ഫറി കമ്പനിയുടെ കേസിൽ പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡ് പ്രകാരം 5 ജേണൽ എൻട്രി, ദെൻ പർച്ചേസ് മെത്തേഡ് പ്രകാരമുള്ള 8 ജേണൽ എൻട്രി. ഇത്രയും ജേണൽ എൻട്രീസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പ്രോബ്ലം ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു മുൻപ് നമുക്ക് ഈ 13 + 5 + 8 ഇത്രയും ജേണൽ എൻട്രീസ് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിലേക്ക് എഴുതിയതിന് ശേഷം കൃത്യമായിട്ടൊന്ന് പഠിക്കുക. അതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.